പയ്യൻ വിളിച്ചാട്ടോ കള്ളു കുടിയോ എന്ന് വെച്ചാൽ ഇവനെ കടയിൽ പാലല്ലേ കുടിക്കുന്നു. ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് നിർത്തിയില്ല. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറ് കാണാൻ സാധ്യമോ? പിണക്കോ ഞാൻ ഈ സർക്കാരിനോട് കൂട്ടുവിട്ട് ചേട്ടോ ഇന്ന് ഈ ജംഗ്ഷനിലായിരുന്നു, ഇന്നലെ അപ്പുറത്തെ ജംഗ്ഷനിലായിരുന്നു. ഒരു തരത്തിലും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കരുത്. കണ്ണു കുടിച്ച് പുറകെ ശല്യം. നീ നിന്റെ പണിയെന്നു വെച്ചാൽ ഞാൻ എന്റെ പണി നോക്കണം. അതിലേട്ടോ ഒരു സംശയം, ഇങ്ങനെയൊക്കെ മദ്യപിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? ഞാനൊക്കെ ഒരു തുള്ളി പോലും മദ്യപിക്കാണ്ട് അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ഒരു 2-3 മണിക്കൂറൊന്നും കഴിയാണ്ട് എനിക്ക് ഉറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നിന്നെ പോലൊന്നും അല്ലേ ഞാൻ. ചേട്ടന്റെ പ്രത്യേകത ഞാൻ കട്ടില് കണ്ട അപ്പം കിടന്നു. പിന്നെ സത്യം കട്ടില് കണ്ട ആ സെക്കൻഡ് ഞാൻ കിടന്നു. പക്ഷെ ഈ കട്ടില് കണ്ട് പിടിക്കാൻ ഒരു 3-4 മണിക്കൂർ എടുക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ മദ്യപിക്കുന്നോണ്ട് ചേട്ടന് എന്ത് ഗുണമുള്ളത്? എന്റെ പൊന്നുമകളെ എനിക്ക് 2 ഗുണമല്ലേ ഉള്ളൂ. എന്ത് ഗുണം? ഒന്നാമത്തെ ഗുണം പാമ്പ് കൊത്തത്തില്ല. അയ്യോ അതെങ്ങനെ? അത് പറഞ്ഞുതരാം. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്ന് അറിയോ? ഇല്ല. ഇങ്ങനെ പോണ കാരണം കൊണ്ട് ഈ കൊത്താൻ വരുന്ന പാമ്പിന് ഉന്നം തെറ്റി ചമ്മി പൊക്കോളും. രണ്ടാമത് ഗുണം പറഞ്ഞാൽ തലമുടി നിറയ്ക്കത്തില്ല. അതിനു മുമ്പ് നമ്മൾ തട്ടിപ്പോകത്തില്ല. അതൊക്കെ പോട്ടെ, ഈ കള്ളു കുടിച്ചാൽ വീട്ടിൽ ചെന്ന് ഒച്ചയും വെള്ളം ഉണ്ടാക്കുന്നത് പോട്ടെ, ഈ കള്ളു കുടിച്ചാൽ ഈ നാട്ടുകാരായിട്ട് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? കഴിഞ്ഞ ദിവസം കണ്ട ആ പുത്തമ്പരുടെ ജോമാനായിട്ട് ആ റോട്ടിൽ കിടന്ന് ഏതാണ്ടൊക്കെ വെള്ളം ഉണ്ട്. എന്ത് ചേട്ടാ കഷ്ടമല്ലേ? എടാ പുത്തമ്പരുടെ ജോമനെ ഞാൻ തെരുവിളിക്കുമല്ലേ ചെയ്തത്. പിന്നെ അവനെ കാലവാരി നിലത്തടിച്ച് കൊല്ലണം. അവനെന്താ ചെയ്തെന്ന് പറ. എന്റെ അപ്പം മരിച്ചിരുന്നപ്പോ അവൻ എന്നോട് ഒന്നിച്ച് പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട, നിനക്ക് അപ്പനെ കാണുന്നു തോന്നുമ്പോ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ മതി, നിന്റെ അപ്പൻ നക്ഷത്രമായിട്ട് ഉദിക്കുന്നു. കഴിഞ്ഞ ദിവസം അപ്പനെ കാണണമെന്നുള്ള ആഗ്രഹം മൂത്തിട്ട് ഞാൻ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയപ്പോ 1 കോടി നക്ഷത്രം. അപ്പൊ അവൻ എനിക്ക് ഒത്തിരി അച്ഛനുണ്ടെന്നല്ലേടാ പറഞ്ഞത്. അവനെ കാലവാരി നിലത്തടിക്കട്ടെ. എന്നെ ശല്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും കാണിച്ചോട്ടെ. ഒന്നും മിണ്ടാതി. നീ കാണിക്കും. പ്രിയമുള്ളവരെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ശ്രദ്ധിച്ചേക്കാം, ചിലപ്പോ പുള്ളി കാണാതെ പോലെ. രോഗങ്ങൾക്ക് ഒരേ ഒരു പ്രതിവിധിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഔഷധ തൈലം. പ്രിയമുള്ള അച്ഛനമ്മമാർ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന കമ്പനി തരുന്നതാണ് സാമ്പിൾ സബ്ജമാണ്. ഇവിടെ ചോദിച്ചു വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ പ്രായക്കാർക്ക് കഴിക്കാവുന്ന നല്ലൊരു മരുന്നാണ്. 9 ദിവസം പ്രായമുള്ള അപ്പച്ചൻ അല്ലെങ്കിൽ 2 ദിവസം പ്രായമുള്ള അമ്മച്ചി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടത് 2 തുള്ളി ഒരു വാരിക്ക് ഇങ്ങനെ ചിരിച്ചു കൊടുക്കുക. പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന കമ്പനി തരുന്നതാണ് സാമ്പിൾ സബ്ജമാണ്. അവിടെ രണ്ടാമത്തെ എന്റെ പൊന്നിയോടെ എനിക്ക് വിൽക്കണ്ടേ? ചുമ്മാ കുടിയാന്ന് പറഞ്ഞു. നിന്റെ അപ്പന്റെ പേര് കൈസർ എന്നാണ്. പിന്നെ എന്നാ കളിയാണ്? ഞാൻ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചു പോകട്ടെ. എന്റെ അരിക്കാത്ത മണൽ വാരികളല്ലേ? പിന്നെ നിന്റെ 1 രൂപയുടെ അരിക്കാത്തോട് ഞാൻ 10,000 രൂപയുടെ മണൽ ഇറക്കാൻ പോവല്ലേ? മര്യാദ നിന്റെ പണിയണമെന്ന് വെച്ചാൽ എന്താ ഇവിടെ രാവിലെ ഇറങ്ങിയത്? വീട്ടിൽ പോറേ തിരിച്ചു വരുമ്പോ ഇവിടെ നടക്കരുതല്ലോ. അപ്പൊ ഇത് ആരാന്നറിയോ? ഇല്ല, എന്റെ മോനാ. പണ്ട് ഞാൻ ഒക്കത്തിരുത്തി വളർത്തിയത്. ഇപ്പൊ അവനെ ഒക്കുന്നിടത്തൊക്കെ ഇരുത്താൻ നോക്കാണ്. നമ്മളെന്ത് ചെയ്യും മക്കളിങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ചുമ്മാ നിൽക്കാണല്ലോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാനൊരു ചാനലിൽ നിന്ന് വരികയാണ്. നമ്മളൊക്കെ അമ്മയുടെ വൈകിട്ട് വന്നു ചാനലിൽ നമ്മുടെ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി എന്നൊക്കെ പറഞ്ഞ ഒരു ചാനൽ റോഡ് ഷോ നടത്തിയതാണ്. എന്തിനാണ് നീ ചാനലിൽ റോഡ് ഷോട്ട് വന്നേക്കുന്നത്? ഞാൻ ബ്യൂറേജിൽ റോഡ് ഷോട്ട്. എന്തായാലും എനിക്ക് പറ്റിയ ആളെ തന്നെയാണ് ഞാനിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കും. കറക്റ്റായിട്ട് മറുപടി നൽകിയാൽ ചേട്ടൻ 50 ലക്ഷം മുതൽ 1 കോടി വരെ പിന്നെയുള്ള ഫ്ലാറ്റുകൾ സമ്മാനമായിട്ട് ലഭിക്കും. സത്യമായിട്ടും ഈ ഷോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. നമ്മൾ 2015 കഴിഞ്ഞ് 2016 കയറിയിട്ട് 1-2 മാസമായിട്ടുള്ളൂ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടനോട് ചെറുപ്പക്കാരൊക്കെ നോക്കണം, വളരെ ഫ്രീക്കായിട്ട് നടക്കുന്ന പിള്ളേരാണ്. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ കോലം മാറിക്കൊണ്ടിരിക്കണം. അല്ലാതെ ചേട്ടനെ പോലെ ഇതുപോലെ വൃത്തികെട്ട വേഷത്തിൽ അണ്ടർവെയർ ഒക്കെ കാണിച്ച് മുഷിഞ്ഞ് നാറിയ നാണല്ലേ മനുഷ്യരുടെ മുന്നിൽ കൂടെ നടക്കാൻ?
എന്ത് വേഷം വൃത്തിയുടെ വേഷം? അത് ശരി, ഇപ്പൊ എന്റെ വേഷത്തിനാ കുഴപ്പം. നീ ഫ്രീക്കന്മാരെ ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട. ഫ്രീക്കന്മാർ എങ്ങനെ നടക്കുന്നത് എനിക്കറിയാം. എങ്ങനെ നടക്കുന്നത്? ആദ്യം ഒരു അണ്ടർവെയർ ഇടും, അതിനൊരു നെയിം ബോർഡ് കാണും ജോക്കി. ഇത് കംപ്ലീറ്റ് ആൾക്കാരെ കാണിച്ച് ജോക്കറാകുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അതിന്റെ മുകളിലോട്ടൊരു ജീൻസ് വലിച്ചു കയറ്റും, എന്നിട്ട് അത് ഇറക്കി ഇത് ഇവിടെ കൊണ്ടിടും, എന്നിട്ടൊരു നടപ്പുണ്ട്. ഇതെങ്ങനെ ഇവന്റെ പുറകെ പോകുന്നത് നമുക്ക് വേണ്ടി ഇത് എപ്പോഴാ പറഞ്ഞ് താഴോട്ട് പോകുന്നത്? പെണ്ണുങ്ങളൊക്കെ കൈയടിച്ച് ചിരിക്കുന്നത് നിങ്ങൾ ചിരിക്കണ്ട, മനസ്സിലായി? ഇവർക്ക് വേണ്ടി ഫാഷൻ എന്താണെന്നറിയാവോ? ഇവര് ചുരിദാർ രണ്ട് സൈഡിൽ നമ്മോട് കീറി 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 ഇത് ഇവിടെ കൊണ്ടു വെക്കും, എന്നിട്ട് കാറ്റടിക്കുമ്പോൾ ഡബിൾ മുണ്ട് അയൽ വെച്ച പോലെയാ. കാരണം എന്നിട്ട് അതിനകത്തോട്ടൊരു സാധനം വലിച്ചു കിട്ടും, ലെഗിൻസ്. ചില പെണ്ണുങ്ങൾ അത് ഇട്ടോണ്ട് വന്നാ ഇട്ടിട്ടുണ്ടെന്നേ തോന്നത്തില്ല. എന്നിട്ട് നമ്മളെങ്ങാനും പാവപ്പെട്ട നമ്മൾ ആണുങ്ങൾ എങ്ങാനും ഒന്ന് നോക്കിപ്പോയാലോ, ഇതെങ്ങനെ ഒരു പിടുത്തമാണ്. എന്നിട്ട് നമുക്കൊട്ടൊരു നോട്ടം, ഈ നോട്ടം ഉണ്ടാകത്തൊന്നും നമ്മളത് വെട്ടിക്കൊടുത്തേത്. ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ, ക്ഷമിക്ക്. വേഷം നല്ലതാ, സൂപ്പർ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ ഷോയിലേക്ക് വരാൻ ക്യാമറ ഓൺ ചെയ്തു. ആക്ഷൻ. ഞാനൊരു ആക്ഷൻ പറയാം. നമുക്ക് നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ തുടങ്ങാം. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണ്. ഈ കല്യാണം പ്രേമവിവാഹമായിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? ഇങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിക്കാനുള്ള കാരണം അറിയാൻ മേലാത്ത ഏഷ്യ കല്യാണം കഴിക്കുന്നവരും ഭേദമല്ല അറിയാവുന്ന മർദ്ദനം കിട്ടുന്നത്. ചേട്ടാ, സ്ത്രീകളെ കുറിച്ച് അങ്ങനെ അനാവശ്യം പറയുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകർ എന്തുമാത്രം സ്ത്രീകൾ ഇവിടെ ഇരുന്ന് പരിപാടി കാണുന്നു അറിയോ? പിന്നെ എന്ത് എന്റെ അനുഭവമുള്ള എത്ര ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്നറിയാം. ആരും പേടിച്ചിട്ടും ഇണ്ടാത്ത ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കാണാറുണ്ട്. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ സിന്ദൂരം ഇടുന്നത്? അത് ഭയങ്കര ചോദ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വരെ അറിയാത്തൊരു സംഭവം. ഈ ഇങ്ങനെ സിന്ദൂരം ഇടുന്നത് എന്റെ പൊന്നുമോനെ അതൊരു റെഡ് അലർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തു കച്ചവടമായതാണ്, ഇനി ആരും അങ്ങോട്ട് നോക്കരുത് എന്നുള്ളത്. ചോദ്യത്തിലേക്ക് വരാൻ പോകുന്നത് മറുപടി നൽകിയ ചേട്ടന് ഒരു 10 പോയിന്റാണ് ഷോയിൽ വെക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് നൈറ്റ് ആൻഡ് ലാസ്റ്റ് നൈറ്റ്? എന്തേ എഡ്യൂക്കേറ്റഡ് ഫാമിലി, വെരി നൈസ്. ചേട്ടാ, മലയാളത്തിൽ പറഞ്ഞു തരാം. ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചു കേട്ടോ. ഈ ആദ്യ രാത്രി എന്ന് പറയുമ്പോ നമ്മൾ പൂവൊക്കെ ഇങ്ങനെ ഇട്ട് അതിന്റെ മുകളിൽ കിടന്നു. ഓക്കെ. അവസാന രാത്രി എന്ന് പറയുമ്പോ നമ്മൾ കിടക്കും, പൂ വരുന്നവരും പോകുന്നവരും. 10 മണിയാണ് ലഭിച്ചിരിക്കുകയാണ്. 10 മണി. ഇനി നമ്മൾ ചേട്ടന്റെ ഹോബികളിലേക്ക് കടന്നു വരാൻ പോകും. എന്താണ് പ്രധാനപ്പെട്ട ഹോബികൾ? നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഹോബി ഞാൻ പറയുമ്പോൾ TV കാണിക്കുമ്പോ അതിന്റെ താഴെ കുട്ടികൾ ഇത് അനുകരിക്കരുത്. തീർച്ചയായിട്ടും എഴുതി കാണിച്ചിരിക്കും. നമ്മുടെ പഴയ ഇരുമ്പാണി അതിങ്ങനെ പ്ലഗിനകത്ത് കുത്തി വെച്ചിട്ട് സ്വിച്ച് ഓൺ ആക്കിട്ട് ഞാനിങ്ങനെ പിടിച്ചോണ്ട് പോകും. നേരത്തെ ഇരുമ്പ് കമ്പി അതിന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ ചുറ്റുമായിരുന്നു. അതിന്റെ 2 പ്ലഗിനകത്ത് കുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കിട്ട് ചുമ്മാ ചിരിച്ചു നിൽക്കും. ചേട്ടാ, അതിഭീകരം അതിഭയാനകമായ ചേട്ടൻ ഇപ്പോഴും ഈ ഹോബി ഇങ്ങനെ തുടർന്ന് പോകാറുണ്ട്. വീട്ടിൽ കറണ്ട് കിട്ടിപ്പോകുന്നത്. അത് ശരി. അപ്പൊ കറണ്ടില്ലാഞ്ഞപ്പോഴാണ് കാണിച്ചോണ്ടിരുന്നത്. ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ച ഹോബി ഇതല്ല. പാട്ട്, ഡാൻസ്, മിമിക്രി, കലാപരിപാടികൾ എന്തെങ്കിലും ഉള്ളതാണ് ചോദിച്ചത്. മതി, പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 ലൈൻ ചെറുതായിട്ടൊന്ന് മൂളിയാ. നിങ്ങളുടെ അസോസിയേഷൻ പാട്ട് ഞങ്ങളൊരു പാരഡി പാട്ടുണ്ടാക്കി പാടിക്കും. 1 2 3 സ്റ്റാർട്ട്. പിച്ചു വേണ്ട, പിച്ചു വേണ്ട. പിച്ചു കൊടുത്തല്ലേ. വാറ്റുവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ യുവറേജിൽ 100 പേരിലായി പിറക്കവേ ആർത്തിമൂത്ത് അന്തിയായ യുവിലൊന്നി നിൽക്കൺ ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങൽ. നല്ലൊരു കൈ നാണിച്ചു പോയാലോ? ആൾക്കാർ കൈയടിച്ചത് കണ്ടോ?
എന്തോ പെട്ടെന്ന് കയ്യടി കിട്ടപ്പോ എനിക്കൊരു ലജ്ഞ. ചുമ്മാ ഒരു രസം. എന്തായാലും പാട്ട് സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. 1-2 സ്ഥലങ്ങളൊക്കെ പോയായിരുന്നു. അയ്യോ 1-2 സ്ഥലമല്ല, പിന്നെ 3 സെന്റ് സ്ഥലവും ഒരു പെരയെ പോയി. എങ്ങനെ കള്ളു കുടിച്ചിട്ട്? ഞാൻ ഈ പരിപാടിക്കകത്ത് ജഡ്ജസ് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു പോയതാ. നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ ടങ് ട്വിസ്റ്റർ റൗണ്ട് എന്ന് വെച്ചാൽ നാല് കൊടുക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയും. ചേട്ടൻ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ സ്പീഡിൽ എന്നോട് തിരിച്ചു പറയണം. റെഡിയാണല്ലോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ എന്നോട് തിരിച്ചു പറയണം. നീ പകപോക്ക് ആണല്ലേടാ. എന്റെ ചേട്ടാ ഇത് പകയുടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചേട്ടാ സ്പീഡിൽ എന്നോട് തിരിച്ചു പറയണം. ടങ് ട്വിസ്റ്റർ. ഒരു കാര്യം ദൈവം ഇതുപോലത്തെ കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടില്ല. നീ ആരായാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയാൽ ഞാൻ പറയുന്ന സ്പീഡിൽ തിരിച്ചു പറയണം. ഓക്കെ ഓക്കെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് പറയാൻ വേണ്ടിയാണ് നീ ഇന്ദു തള്ളി ഇങ്ങോട്ട് കയറി വന്നത്. അവന്റെ അമ്മായി അമ്മാവനും ഞാൻ വിലയോട് നിന്ന് പറഞ്ഞാണ്ടില്ല. അവരൊക്കെ വീട്ടിലിരുന്ന് തുമ്മും. പറഞ്ഞേക്കാം. നീ പറയാനോട് അത് ഞാൻ നിന്റെ താക്കോലുണ്ട്. ദേവന് ജന്നി കളയുന്നത് അവന്റെ കരാട്ടം കുംഫും. ഈ ചോദ്യം ഇവനോട് ചോദിച്ചാൽ അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം പറയാം. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ എന്നോട് തിരിച്ചു പറയണം. റെഡി 1 2 3 സ്റ്റാർട്ട്. 10ാമത്തെ മരത്തിൽ 10 പക്ഷ തത്ത ചത്തു കുത്തിയിരുന്നു. എപ്പോ? എന്ത് സാറല്ലേ പറഞ്ഞ ആരാണ്ട് ചത്തുപോയെന്ന്? എന്റെ ചേട്ടാ ടങ് ട്വിസ്റ്റർ ഞാൻ പറഞ്ഞു. ചേട്ടൻ സ്പീഡിൽ തിരിച്ചു പറയണം. നീ പറഞ്ഞാ ഞാൻ പറയണം. ഓക്കേ 1 2 3 സ്റ്റാർട്ട്. ഓക്കേ പറയല്ലേ? 10ാമത്തെ മരത്തിൽ 10 പക്ഷ തത്ത ചത്തു കുത്തിയിരുന്നു. ഓപ്പൺ ഗംഗം സ്റ്റൈൽ. ചേട്ടാ എന്റെ കൂടെ അല്ല പറയേണ്ടത്. ഞാൻ പറഞ്ഞതിന് ശേഷം വേണം പറയാൻ. പറഞ്ഞു മനസ്സിലായില്ലേ? 10ാമത്തെ മരത്തിൽ 10 പക്ഷ തത്ത ചത്തു കുത്തിയിരുന്നു. ഓപ്പൺ ഗംഗം സ്റ്റൈൽ. ചേട്ടാ പ്ലീസ് എന്റെ കൂടെ എന്നത് പറയുന്നത് ഞാൻ പറഞ്ഞതിന് ശേഷം വേണം പറയാൻ. എന്ത് ഇതാര് പറഞ്ഞാൽ ഈ സാധനം ചത്തുകുത്തിയിരുന്നു? ചേട്ടാ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാനൊരു മര്യാദയ്ക്ക് ഒരു പരിപാടിയായിട്ട് അതിനകത്ത് ഇവിടെ വന്നു. ചേട്ടനെ അതിനകത്ത് പങ്കെടുപ്പിച്ചു. അതാണ് ഞാൻ ചെയ്തു പോയ തെറ്റ്. ചേട്ടന് ഞാനാണെന്നറിയോ? ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലിന്റെ MD ആണ്. എന്ത് തോന്നി? ഏറ്റവും വലിയ തെണ്ടിയായിരുന്നു. ചേട്ടാ എന്റെ ചാനലിനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്റെ ചാനലിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്റെ പ്രേക്ഷകർ സഹിക്കില്ല. എന്ത് ഇയാളെന്താ കാണിച്ചത്? ഇയാളിപ്പോ എന്താ കാണിച്ചത്? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലിന്റെ MD എന്റെ മുഖത്ത് നോക്കി താൻ എന്താണ് കാണിച്ചത്? കാണിച്ചത് വളരെ മോശമായി പോയി. താനെ തിരിച്ചെടുക്കണം. തന്നോടാ പറഞ്ഞത് താനെ തിരിച്ചെടുക്കണമെന്ന്. ഇങ്ങനത്തെ കാണിക്കാതെ എന്നാ ചെയ്യേണ്ടത്? എന്റെ പ്രേക്ഷകരുണ്ട്, അവരെങ്ങനെ സഹിക്കും? താനെ തിരിച്ചെടുത്താൻ പറ്റൂ. ഈ പുള്ളിയുടെ മുഖത്ത് നോക്കി ഞാൻ അറിയാതെ തമാശക്ക് അത് ലോകത്തിലെ ഏറ്റവും വലിയ ചീത്തയാണെന്നാണ് ഈ പുള്ളി പറയുന്നത്. അത് നമ്മൾ തിരിച്ചെടുക്കാൻ പോവാണ്. സോറി സാർ. ഞങ്ങളുടെ ഇവിടെ ഒന്നും സുല്ലു പറഞ്ഞാൽ തല്ലത്തില്ല. ഒടിവ്, ചതവ്, മുറിവ് ഈ അവസരങ്ങളിൽ എന്താണ് നോക്കിയത്? അല്ലല്ല പറ, എന്തോട് പറ. അല്ല നീ കൊക്കുന്നു മാത്രമല്ല മുട്ടയെടുത്ത് ഇന്ന നീ കരക്കാർ കൊടുത്തിട്ട് സ്വന്തമായിട്ട് ഇന്ന് പറയുന്നത് എനിക്കൊരു ആവശ്യമുണ്ടായി വന്നിട്ടില്ല. പക്ഷെ ഈ സെക്കൻഡ് മുതൽ അങ്ങനെ ആയിരിക്കും. മനസ്സിലായില്ല? അവനോട് പറഞ്ഞ അതെ സോറി. ആണ്ട് ഈ നാട്ടിൽ സുല്ലു പറഞ്ഞാൽ തല്ലു. ഒറ്റയടിക്ക് കിളി പറഞ്ഞു പോയത്. അപ്പുറത്ത് സാറിനോട് ചെറുതൊഴിച്ചു വെച്ചിട്ടുണ്ട്. അതടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടം വരെ പോകാനൊരു എനർജിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കിട്ടും.